ഹായ്. അപ്പം നമ്മളിന്ന് എങ്ങോട്ടാ അറിയോ? ചെറിയൊരു ട്രിപ്പ് പോവാ. ജസ്റ്റ് ഒരു 180 കിലോമീറ്റർ ഫ്രം ഹിയർ. എങ്ങോട്ടാ? ആഫ്റ്റർ വർക്കല. ഇൻ ദിസ് വീഡിയോ നിങ്ങൾ കാണാൻ പോകുന്നത് ഹൗ വി എൻജോയ്ഡ് വർക്കല, നൈറ്റ് വൈബ്, ക്ലിഫ് വ്യൂ, പിന്നെ ഒരു അടിപൊളി ബീച്ച് റിസോർട്ട്. നമ്മൾ കോട്ട എത്തിട്ടോ. കുമരകമൊക്കെ കഴിഞ്ഞ് വരുമ്പോ ഫുള്ള് ട്രാഫിക്കും കാര്യങ്ങളൊക്കെ. അതാ അങ്ങനെ ഷോർട്ട് കാണിക്കാത്തെ. നമുക്ക് കുറച്ചും കൂടെ അവിടെ എത്തിയിട്ട് കാണിക്കാൻ വിചാരിച്ചിരിക്കുക. എടാ അതല്ലേ റോഡ്? നമുക്ക് പോകാലോ അല്ലേ? അതോ പോലീസ് പറയോ? വേണ്ട, പോലീസ് പറയട്ടെ, വെറുതെ ചീത്ത കേൾക്കണ്ടല്ലോ. നമുക്ക് ലെഫ്റ്റ് തിരുവനന്തപുരം, നേരെ ആലപ്പുഴ. നമ്മളപ്പോൾ ലെഫ്റ്റ് ബൈപ്പാസ് കയറി പോവാണ്. ഈ ലെഫ്റ്റ് അല്ലേ? ഇത് സിഗ്നൽ ലെഫ്റ്റ് ഫ്രീ അല്ലേ? ഫ്രീ. വിശക്കുന്നില്ലേ? എനിക്കാണെങ്കിൽ ഭയങ്കര വിശപ്പ്. ഇത് എവിടെ ആയിരുന്നു സ്ഥലം? ആ, കുളനട എന്ന് പറഞ്ഞൊരു സ്ഥലം കേട്ടോ. ഇതെവിടെ? ഇതേ ഇപ്പുറത്ത് ഇത്. അപ്പോൾ ഭയങ്കര വിശപ്പ്. മോർണിംഗ് കഴിച്ചതാ, പിന്നെ ഒന്നും കഴിച്ചിട്ടില്ല. അയ്യോ, ആ മോർണിംഗ് നേരത്തെ കഴിച്ചതാ. നമ്മൾ സാധാരണ നല്ലോണം പസിക്കത്. അയ്യോ, അടിപൊളി, നല്ല ഹോട്ടൽ. ഇപ്പോഴത്തെ ഫുഡ് എത്തി. കൊഴുവ, പിന്നെ കുറച്ച് സംഭവങ്ങൾ അടിപൊളിയായിട്ടുണ്ട്. എങ്ങനെയുണ്ട്? നന്നായിട്ട്. അണ്ണൻ്റെ ബിരിയാണി, ചിക്കൻ ബിരിയാണി. ചോറൊന്നും പറ്റില്ല അവന്. അങ്ങനെ നമ്മൾ വർക്കല എത്തിയിരിക്കുകയാണ്. വർക്കല ക്ലിഫ് ഇവിടെ നിന്ന് നോക്കിയാൽ കാണുന്നുണ്ട്. പിന്നെ മെയിൻ അട്രാക്ഷൻ ബീച്ച് എത്തി. ലെഫ്റ്റ് സൈഡ് കായലും റൈറ്റ് സൈഡ് ബീച്ചും. അതിന്റെ മിഡിൽ കൂടെയാണ് നമ്മൾ പോകുന്നത്. റെയിൽ ട്രാക്ക് അല്ലേ? ആ അതാ. ആ യെസ്, അത് കൂടെ വരുമ്പോ നമുക്ക് ഇങ്ങോട്ട് നോക്കി കാണാം. തിരുവനന്തപുരം. ആ, തിരുവനന്തപുരം. അടിപൊളിയല്ലേ? അയ്യോ, അങ്ങനെ നമ്മൾ കടല് കണ്ടിരിക്കുന്നു ഗൈസ്. കടല് കണ്ടിരിക്കുന്നു. കൊച്ചിയിൽ വന്നാൽ നമുക്ക് കടല് വലിയ സംഭവം ഒന്നല്ല. പക്ഷെ ആഫ്റ്റർ എ ലോങ് ജേർണി. ആ അതെ, കടലും കാര്യങ്ങളൊന്നുമില്ല, വെറും കാടും നാട്ടുമുറൊക്കെ ആയിരുന്നു. അതിനുശേഷം കടല് കണ്ടപ്പോ എന്തൊരു ഫീൽ. വരുന്ന വഴി വലിയ രസമൊന്നുമില്ല കാണാൻ തോന്നും, പക്ഷെ കടലിൽ കാണുമ്പോ ഒരു ഫീൽ. അവിടെ ബോർഡ് വെച്ചിട്ടുണ്ടായിരുന്നു വർക്കല എന്നുള്ള. വർക്കലേക്ക് ഇനിയും പോകാം. അപ്പൊ ഇത് കാപ്പിൽ ബീച്ചാണ്. വർക്കലേക്ക് ഇനിയൊരു 5 കിലോമീറ്റർ കൂടെ. 4.5 കാണിക്കുന്നുണ്ട് നമ്മളെ സ്റ്റേയിലോട്ട്. സോ നമ്മൾ എത്തിക്കൊണ്ടിരിക്കുകയാണ്. ചെറിയ വഴിയാ. നേരത്തെ നമ്മളൊന്ന് വഴി തെറ്റി. ഫസ്റ്റ് 2 ചെറിയ വഴി കാണിക്കും, പക്ഷെ അതിൽ കേറി ഗൂഗിൾ മാപ്പ് തെറ്റിച്ചു. നേരെ പോയപ്പോ അവിടെ ഒന്നുമില്ല. ഇനിയിപ്പോ എത്താറായി. ഇനിയൊരു 800 മീറ്റർ കൂടെ. റിസോർട്ടിലേക്കാണ് ഇട്ടിരിക്കുന്നത്. നമ്മളിപ്പോ ഫസ്റ്റ് റിസോർട്ട് പോയിട്ട് ചെക്ക് ഇൻ ചെയ്ത്, അതെ, എന്നിട്ട് ലഗേജ് ഒക്കെ വെച്ചിട്ട് നമുക്ക് ബീച്ചിലോട്ട് ഇറങ്ങാം. എത്താറായി. എന്റെ പൊന്നെ, സീന പോവോ? കാണിക്കാനില്ല. ഇല്ലില്ല, ഇത് അങ്ങോട്ടെന്താ? ഗൂഗിൾ ഇത് ഏതാ പോയത്? ഇത് ഈ കാണിക്കണത് ഇങ്ങനെ പോണത് അതാണ് ഇടുക്കുവഴി. അതല്ല, ഫസ്റ്റ് വന്നില്ലേ? അതല്ല, ഈ വഴി. ചിലപ്പോ അങ്ങനെ വീണ്ടും വഴി തെറ്റിക്കാൻ ആണോ? ഇവിടുന്ന് റൈറ്റ് പോയി കഴിഞ്ഞാൽ അങ്ങനെ അവിടെ റോഡുണ്ട്. ഓക്കെ. ഓക്കെ, ശരി, താങ്ക് യു. നൈസായിട്ട് വഴി തെറ്റി ഗൈസ്, പക്ഷെ കുഴപ്പമില്ല. ഇവിടെ ഉള്ള ഓരോ വഴി കോമഡിയാണ്. ഗൂഗിൾ മാപ്പ് കാണിക്കുന്നത് വേറെ റോഡാ. അത് കാണിച്ചു തരാട്ടോ. ഇത് നോക്കിയാ ഗൂഗിൾ മാപ്പ് കാണിക്കണത് ഇതാ ഈ വഴിയാ. എന്ന് വെച്ച് കഴിഞ്ഞാൽ ദേ ആ വഴി. അതാ വീട്ടിലോട്ടാ. അപ്പൊ നമുക്ക് ഇതിലൂടെ കൂടെ കറങ്ങി പോകണം. അവിടെ നടക്കാനുള്ളൊരു വഴിയുണ്ട്, അതാ കാണിക്കുന്നത്. അപ്പൊ ഇത് കൂടെ പോയി ഇപ്പൊ റീകണക്ട് ആയി. കാണിക്കുന്നുണ്ട്.
റെസിഡൻഷ്യൽ ഇത് നേരെ അങ്ങ് ബീച്ചെത്തി. സെട്ടമാറും മാന്താര ബീച്ച്. വ്യൂ നോക്കടാ, സൈഡിൽ കൂടി നല്ല ഭംഗിയുണ്ട്. അയ്യോ, ഓ സെറ്റ് വ്യൂ. എങ്ങനെ നമ്മൾ ബീച്ചെത്തി ഗായ്സ്, ബീച്ചെത്തി. അവിടെ ഒരു ഷിപ്പ്, ബോട്ട്. ബോട്ട് ഓ പിന്നെ പോണമല്ലോ. ഇത് നോക്ക്, അവിടെ മീൻ പിടിക്കുന്നു. വഴി ചില സീനാട്ടോ. ഇവിടെ പോവാടാ, റിവേഴ്സ് വരേണ്ടി വരും, തിരിക്കാനൊന്നും പറ്റില്ല. ഒരു രക്ഷയില്ലാട്ടോ. കിളികളൊക്കെ വരുന്നു. രണ്ട് വഴിയാണിത്. താറാവുന്നുണ്ട്. അതെ, അടിപൊളി വ്യൂ കേട്ടോ. കിടുക്കി കിടുക്കി. അവിടെയാണ് നമ്മൾ സ്റ്റേ ചെയ്യുന്നതെന്ന് വിചാരിക്കും. നമ്മള് ചോദിച്ചപ്പോ റിസോർട്ടൊക്കെ അവിടെയാ പറഞ്ഞായിരുന്നു. പൊളി പോണേ, ഇങ്ങനെ കടല് കണ്ടിട്ടില്ല കേട്ടോ. ഇത് രക്ഷയില്ല, ഇത് പൊളിച്ച് മേലിന്ന് കാണുമ്പോ വൈഡായി കിടക്കുക. അപ്പോൾ ദേ നമ്മള് ഈ ഒരു ബീച്ചിന്റെ സൈഡിൽ ക്ലിഫിൽ എത്തിയിരിക്കുവാണ്. നമ്മളെ ചെക്കനെ ദേ ഇവിടെ പാർക്ക് ചെയ്ത് ഈ രണ്ടെണ്ണം കൂടെ കണ്ടോ, ഒരു രക്ഷയില്ല. മൈക്ക് വെച്ച് കേൾക്കുന്നുണ്ടോ അറിയില്ല. ഓ ഭയങ്കര കാറ്റുണ്ട്, തിരക്കില്ല, ഒരു രക്ഷയില്ല. എങ്ങനെയുണ്ട്? ശരിക്കും പറയുകയാണെങ്കിൽ ഉണ്ടല്ലോ, ഇതുവരെ കണ്ട ബീച്ചിൽ ഏറ്റവും ബ്യൂട്ടിഫുൾ ബീച്ച് എന്ന് വേണമെങ്കിൽ പറയാം. നമ്മളില്ലേ, അതായത് ഈ ഒരു കടലിൻ്റെ ഒരു ഹൈറ്റിൽ നിന്ന് കാണുമ്പോൾ ഒരു വ്യൂ വേറെയാണ് കേട്ടോ. ബാക്കിയുള്ളത് പോലെയല്ല. ഇത് അവിടെ 2-3 ചേട്ടന്മാരത് ആ ഒരു അറ്റത്ത് പോയി നിന്നിട്ട് അവർ ചൂണ്ടയിടുന്നൊക്കെ ഉണ്ട്. ശരിക്കും ഒരു രക്ഷയില്ല കേട്ടോ. സത്യം ഞങ്ങൾ ഇത്രയും എക്സ്പെക്ട് ചെയ്തില്ല. നമ്മൾ ആക്ച്വലി ഉദ്ദേശിച്ചത് ഒരു ബീച്ച് എന്നുള്ളതേ ഉദ്ദേശിച്ചുള്ളൂ. പക്ഷെ ഇത് എന്താ പറയാ, അതിനേക്കാളും മേളിലാണ് കേട്ടോ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. എനിക്ക് തോന്നുന്നു സൗത്ത് ഇന്ത്യയിൽ ഫേമസ് ആയിട്ടുള്ള കുറച്ച് ബീച്ചുകളിൽ ഒന്നാണ് വർക്കല ബീച്ച്. ഇറ്റ്സ് റിയലി ബ്യൂട്ടിഫുൾ. ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ ഇറ്റ്സ് റിയലി വെർത്ത് എന്ന് പറയാം. കാരണം എന്തേ, ഇതൊക്കെയാണ് വ്യൂ. ഞാനൊരു 180 വ്യൂ കാണിച്ചു തരാം. ഓ എന്തൊരു സീനല്ലേ. ഇനി നിങ്ങൾ ഇവിടുന്ന് സൺസെറ്റ് ഒന്ന് ആലോചിച്ച് നോക്കിയേ, എന്ത് ഫീലായിരിക്കും. നമുക്ക് എന്തായാലും കാണാം സൺസെറ്റ്. അപ്പോൾ നമുക്ക് ഇവിടുന്ന് കുറച്ച് ദൂരമേ ഉള്ളൂ നമ്മളെ റിസോർട്ടിലേക്ക്. റിസോർട്ട് ഒരു കിളിയൻ റിസോർട്ടാണ്. അപ്പോൾ അവിടെ ചെന്ന് ചെക്ക് ഇൻ ചെയ്തിട്ട് സൺസെറ്റ് ആകുമ്പോഴേക്കും ഇങ്ങോട്ട് വരണം. സെറ്റല്ലേ? ഇതൊക്കെ മൊത്തത്തില് സീനായിട്ട് നിൽക്കാണ്. ആള് നിലത്തൊന്നല്ല. അരുൺ ബ്രോ എങ്ങനെയുണ്ട്? പുള്ളി മുന്നേ ഇങ്ങോട്ട് വന്നിട്ട്, പക്ഷെ നീ ഇങ്ങോട്ട് വന്നിട്ടുണ്ടോ? ആ മെയിൻ ക്ലിഫിലോട്ടാ പുള്ളി വന്നിട്ടില്ല പറഞ്ഞു. എന്തായാലും ഞങ്ങൾ 3 പേർക്കും ഭയങ്കര ഹാപ്പി. പിന്നെ ഉണ്ടല്ലോ ഈ റിസോർട്ടിലോട്ട് വരുന്ന വഴി എന്താ പറയുക, കുറച്ച് അഡ്വഞ്ചർ ആട്ടോ. ഹെവി ഒന്നല്ല, പക്ഷെ നമ്മളെ ക്ലിഫിന്റെ സൈഡിലോട്ട് വരുമ്പോൾ വലിയ സ്പേസ് ഒന്നുമില്ല. ഒരു വണ്ടിക്ക് പോകാനേ ഉള്ളൂ. ഇവിടെ നമ്മളെ ചെക്കനെ കാണാൻ എന്ത് ഭംഗിയാ. ഗായ്സ് ഫൈനലി നമ്മളിത് റിസോർട്ടിലെത്തി. സോ ഇവിടെ പാർക്ക് ചെയ്യാനാ പറഞ്ഞവര്. സോ നമ്മുടെ ചെക്കനെ ഇവിടെ കയറ്റിയിടാം, എന്നിട്ട് നമുക്ക് ഇങ്ങോട്ട് കയറി ചെക്ക് ഇൻ ചെയ്യാം. ഇന്ന് പക്ഷെ ലഗേജ് കുറവാ, കമ്പാരിറ്റീവ്ലി കുറവാ. നമ്മള് റൂമിലോട്ട് പോകാൻ പോവാണ്. ഏതാ റൂം എന്ന് അറിയില്ല. എനിവേ റിസോർട്ട് സൂപ്പർ. ഇഷ്ടായില്ലേ ഷാരു? ഇഷ്ടായില്ലേ? സോ നമുക്ക് നോക്കാം. അപ്പോൾ നമ്മൾ റൂമിലോട്ട് കയറാൻ പോവാട്ടോ. ഫുൾ ഒരു വുഡൻ എസ്തെറ്റിക് ഫീലിലാണ് റൂം കൊടുത്തിരിക്കണേ. അപ്പോൾ നമുക്ക് AC ഉണ്ട്, പിന്നെ അതെ ഒരു അടിപൊളി ഡബിൾ സൈസ് ബെഡ്, പിന്നെ നമുക്ക് കുറച്ച് എസെൻഷ്യൽ സാധനങ്ങൾ, പിന്നെ ഒരു മിനി ഫ്രിഡ്ജ് വരുന്നുണ്ട്. ഇത് ആക്ച്വലി ചാർജബിൾ ആണ്. ഇതിൻ്റെ ഉള്ളിൽ നോക്കാം, ചോക്ലേറ്റും എന്തൊക്കെയോ സാധനങ്ങളുണ്ട്. പിന്നെ നമുക്കിവിടെ ഒരു
കോഫി ചായ ഒക്കെ ഉണ്ടാക്കുന്ന ഒരു സാധനമുണ്ട്. പിന്നെ വാഷ്റൂം നോക്കട്ടെ, ഇവിടെ ഒരു വാഷ് ബേസ്, പിന്നെ ഇവിടെ കബോർഡ്, പാത്രവും. വാ, അടിപൊളി, നല്ല നീറ്റാണ്. അപ്പോൾ അതേ നമ്മൾ അങ്ങനെ ഫൈനലി നമ്മളുടെ റിസോർട്ടിൽ കയറിയിരിക്കുവാണ്. ഇതേ പുറകെ കണ്ടോ ബീച്ച്. ഞങ്ങൾ ആക്ച്വലി ഇതേ ഡ്രസ്സൊക്കെ മാറ്റി വന്നിരിക്കട്ടോ, കുറച്ച് റീൽസും ഫോട്ടോഷൂട്ടും ഒക്കെ എടുക്കണം. ഇൻസ്റ്റ ചെക്ക് ചെയ്യുക, കിടിലം ഫോട്ടോസും റീൽസും ഒക്കെ വരുന്നുണ്ട്. അടിപൊളി വ്യൂ കേട്ടോ, കിടിലം വ്യൂ, പറയാതിരിക്കാൻ പറ്റില്ല. റിസോർട്ടിന്റെ നേരെ ഓപ്പോസിറ്റ് ആണ് നമ്മുടെ ബീച്ച് ഇരിക്കുന്നത്. സൺസെറ്റ് നമുക്ക് ഇവിടുന്ന് നോക്കിയാൽ കാണാം. അപ്പൊ റിസോർട്ടിന്റെ പേരെന്താ? ബെല്ല കാസ. കിടിലം റിസോർട്ട്. ആക്ച്വലി ഇവിടുത്തെ പ്രത്യേകത എന്താ അറിയോ, ഇത് ഫുള്ള് കണ്ടോ ഒരു വുഡൻ എസ്തെറ്റിക് ഫീലാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. പിന്നെ ഇത് നമുക്കിവിടെ സ്വിമ്മിംഗ് പൂൾ ഉണ്ട്. ഇതാണ് ഇവിടുത്തെ റെസ്റ്റോറൻറ്റ് വരുന്നത്. അപ്പോൾ ബീച്ച് കണ്ടുകൊണ്ട് നമുക്ക് ഫുഡ് കഴിക്കാം അല്ലേ? സ്റ്റേയും ബീച്ച് കണ്ടുകൊണ്ട് നിൽക്കാൻ പറ്റും. ഇവിടെ 2 പ്രൈം റൂംസ് ഉണ്ട്, പക്ഷെ അത് ഇന്ന് ഓൾറെഡി ബുക്ക്ഡ് ആണ്. അല്ലെങ്കിൽ നമുക്ക് ആ 180 ഡിഗ്രി വ്യൂവില് നമുക്ക് നേരെ ബീച്ച് കാണായിരുന്നു അവിടെ. പക്ഷെ ഇവിടുത്തെ ഒരു പ്രത്യേകത അതാണല്ലേ. ഇത് ഈ ബെല്ലക്കാസ റിസോർട്ടിന്റെ സ്പെഷ്യാലിറ്റി ആണ് ഇവിടുത്തെ ആ 180 ഡിഗ്രി വ്യൂ ഉള്ള ആ ഒരു റൂം. പക്ഷെ അത് 2 പ്രൈം റൂംസ് ആ ഉള്ളത്, അത് രണ്ടും അൺഫോർച്ചുനേറ്റ്ലി ബുക്ക്ഡ് ആയി. പക്ഷെ ഇവിടെ നിന്നുള്ള വ്യൂവും പിന്നെ നമുക്ക് ആ കോറിഡോർസ് എന്നുള്ള വ്യൂവും കിട്ടും ബീച്ചിന്റെ. പക്ഷെ ആ പ്രൈം റൂംസ് കിട്ടുമായിരുന്നെങ്കിൽ നമുക്ക് വേറെ ലെവലായിരുന്നു തന്നെ ആ 180 ഡിഗ്രി വ്യൂ ഉള്ളൊരു ഇത് കിട്ടുമായിരുന്നു. ബട്ട് സ്റ്റിൽ അടിപൊളി, ഒന്നും പറയാനില്ല, അടിപൊളി സ്റ്റേ. സോ അപ്പോൾ ഇതാട്ടോ കോറിഡോർ എന്നുള്ള വ്യൂ എന്ന് പറയുന്നത് കംപ്ലീറ്റ് ബീച്ചാണ്. ഇതേ അവിടെ കണ്ടോ, അവിടെ നിന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ ഒരു സൈഡ് കാണാം. പിന്നെ ഒരു രക്ഷയില്ലാത്ത വ്യൂ. പിന്നെ ആ ഒരു കടലിന്റെ സൗണ്ടും ഒക്കെ ഭയങ്കര ഫീൽ ഉണ്ട്. കണ്ടോ ഇവിടുന്നുള്ള വ്യൂ നോക്ക്. നമ്മളെ റിസോർട്ടിന്റെ കോറിഡോറിൽ നിന്ന് കാണുമ്പോഴുള്ള സൺസെറ്റ് വ്യൂ ആട്ടോ ഇത്. സണ്ണ് പോണു, ശരിക്കും ഒരു കിടിലൻ സൺസെറ്റില്ലേ, നല്ലതാ. പോയി ഇപ്പൊ പോയി. ചെറിയ പൊട്ടേ ഉള്ളൂ. അയ്യോ, ലൈഫിൽ ആദ്യമായിട്ടാ ഇത്രയും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള എന്റെ പൊന്നെ. അരുൺ ബ്രോ ഒക്കെ ഫുൾ ചില്ലാണ്. പുള്ളി ഞങ്ങളുടെ വീഡിയോ എടുക്കുന്നു, ഞങ്ങൾ അവന്റെ എടുക്കുന്നു. കണ്ടോ മൊത്തം ഒരു Q&A മാറിപ്പോയി. അപ്പൊ നമ്മൾ നേരത്തെ സൺസെറ്റ് കണ്ട സ്പോട്ടാണ് ഇത്. ഒരേ പൊളിയാണ്. കണ്ടോ ഇത്രയും ബ്യൂട്ടി. ഇനി ഇത് എവിടെയാണെന്നറിയോ? ഇതാണ് നമ്മുടെ റിസോർട്ട്. ഇവിടെ നിന്ന് ഇങ്ങനെ വന്നിട്ട് ഈ ഒരു വ്യൂ ആണ് ഇവിടെ ഉള്ളത്. ആള് നിലത്തൊന്നല്ല, എയറിലാണ് ഫുള്ള്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇത്രയും കിലോമീറ്റേഴ്സ് ഡ്രൈവ് ചെയ്ത് വന്നതിൻ്റെ ഔട്ട് ഉണ്ടല്ലോ, അതിപ്പോഴാണ് സത്യം പറഞ്ഞാലേ. ശരിക്കും പറഞ്ഞാൽ ഇത്രയും കിലോമീറ്റേഴ്സ് ഓടിയതിനുള്ളൊരു ഫീൽ ഇപ്പോഴാട്ടോ കിട്ടിയത്. ശരിക്കും എന്താ പറയുക, ഒരു സംഭവം തന്നെ. കാരണം ഞങ്ങൾ വരുന്ന വഴിക്കൊന്നും നമ്മൾ കൂടുതൽ വീഡിയോസ് ഒന്നും കാണിക്കാത്തത് അതാണ്. കാരണം അങ്ങനെ വലിയ അടിപൊളി പ്ലേസ് ഒന്നും ഇല്ലല്ലോ. നമ്മുടെ ട്രിപ്പിന് എങ്ങനെയാന്ന് വെച്ചാൽ ഡെസ്റ്റിനേഷന് നമ്മൾ ഇമ്പോർട്ടൻസ് കൊടുക്കാറില്ല. നമ്മൾ ആ വരുന്ന വഴി ആ ഒരു എൻജോയ്മെന്റാണ് നമ്മൾ ശരിക്കും അല്ലേ. പക്ഷെ ദിസ് ഈസ് അനദർ ലെവൽ. കാരണം എന്താ വെച്ചാൽ ഇതിന്റെ വരുന്ന വഴിയൊന്നും നമ്മൾ അങ്ങനെ എൻജോയ് ചെയ്യാൻ നമുക്ക് പറ്റിയില്ല. കാരണം ഫുൾ ബ്ലോക്ക്, നാരോ റോഡ്സ്, ട്രാഫിക്, നോർമൽ റോഡ്. ഡെസ്റ്റിനേഷൻ അൺഎക്സ്പെക്ടഡ്ലി സ്വർഗം. ശരിക്കും പറഞ്ഞാൽ ഞങ്ങൾ ആദ്യമായിട്ടാ ഇത്രയും ഒരു ബ്യൂട്ടിഫുൾ സൺസെറ്റ് കാണുന്നത്. എത്രയും ഫീൽ ആയിട്ട് പറയാ കേട്ടോ. ഈ ഒരു മൊമെന്റ് നമ്മുടെ ലൈഫിലെ അൺഫോർഗറ്റബിൾ മൊമെന്റ്, ദ ഹാപ്പിയസ്റ്റ് മൊമെന്റ്, ദ ഹാപ്പിയസ്റ്റ് സൺസെറ്റ് എവർ. നല്ല എല്ലാരും ആയോ, വീട്ടിലിരിക്കാതെ എല്ലാരും ആയോ. വർക്കല എന്തായാലും ശരിക്കും എല്ലാരും ഒന്ന് എക്സ്പ്ലോർ ചെയ്യാൻ കേട്ടോ. ഇനി ഒരുപാട് എക്സ്പ്ലോർ ചെയ്തിട്ടില്ലെങ്കിലും നിങ്ങൾ ജസ്റ്റ് ഒന്ന് വന്നിട്ട് ഈ ഒരു ക്ലിഫില് ഒരു സൺസെറ്റ് കാണുക, വേറെ ഒന്നും വേണ്ട. ഞങ്ങൾ പറയുകയാണെങ്കിൽ ഏറ്റവും കുറഞ്ഞത്, അതായത് ട്രെയിനിലോ അല്ലെങ്കിൽ ബസ്സിലോ കയറി വരിക, ഇവിടെ ക്ലിഫിലോട്ട് ഒരു ഓട്ടോ എടുത്തിട്ട് വരിക, ഇവിടെ ഒരു സൺസെറ്റ് ഒരു 5:30 ഒരു 5 o'clock വന്നിട്ട് സൺസെറ്റ് കഴിഞ്ഞ് പോവാം. വേറെ ലെവലാണ്, വേറെ എക്സ്പീരിയൻസ് ആണ്. അപ്പത്തേ നമ്മൾ ഫുഡ് കഴിക്കാൻ ഇറങ്ങും കേട്ടോ. ഇവിടെ വർക്കല ടൗണിലോ എവിടെയെങ്കിലൊക്കെ നോക്കാം. നമ്മൾ പോണ വഴിയുണ്ടോ, ലെഫ്റ്റ് സൈഡിൽ ക്ലിഫാണ്.
ചിലപ്പോൾ ശ്രദ്ധിച്ച് പോയില്ലെങ്കിൽ കടലിൽ കിടക്കും. റിസോർട്ടിൽ ഫുഡ് ഉണ്ട്, പക്ഷെ നമുക്ക് ചുമ്മാ ഒന്ന് പുറത്തും കൂടെ പോകണം. അപ്പോൾ എന്നാൽ പോണ വഴിക്ക് അങ്ങോട്ട് കഴിക്കാൻ വിചാരിച്ചു. അപ്പോൾ ഇത് നമ്മൾ ഫുഡ് ഓർഡർ ചെയ്തു. ഞാൻ ചപ്പാത്തി, ചിക്കൻ കറി, അവൻ പൊറോട്ട, ഷാരും ചപ്പാത്തി. എങ്ങനെയുണ്ട്? അടിപൊളി ചിക്കൻ കറി കിട്ടും, നല്ല എരിവുണ്ട്. ഇനി ഷവർമ്മ വരും, എങ്ങനെയുണ്ട് നോക്കാം. പൊറോട്ടയും നല്ലതാണ്. ആ അടിപൊളി, നല്ല എരിവുണ്ട്. എനിക്ക് ഭയങ്കര ഇഷ്ടമായി, നല്ല എരിവുണ്ട്. കുരുമുളകിൻ്റെ എരിവാ. ആ ഈ ഷോപ്പിൽ നിന്ന് കേട്ടോ ഫുഡ് കഴിച്ചത്, അടിപൊളി ഫുഡായിരുന്നു. ഇനി നേരെ വർക്കല ക്ലിഫിൻ്റെ അവിടെ എത്തിയിരിക്കുകയാണ്. നമ്മളിത് ചെക്കനെ പാർക്ക് ചെയ്തിട്ടോ. ഇത് വേറെ താറാണ്, ഇത് നമ്മുടെ ചെക്കൻ. അങ്ങോട്ടാ തോന്നുന്നു പോകേണ്ടത്, അറിയില്ല. ഇവിടെ അത്യാവശ്യം നല്ല വലിയ കാർ പാർക്കിംഗ് അവൈലബിൾ ആട്ടോ. അവിടെ ഫ്രണ്ടിൽ പാർക്കിംഗ് ഫുൾ എന്ന് വെച്ചിട്ട് എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു. ഓ ഇത് ഹെലിപാഡാണ് കേട്ടോ, വർക്കല ഹെലിപാഡിൽ നിന്ന് അടിച്ചാൽ മതി. അപ്പോൾ ഇങ്ങോട്ടുള്ള ലൊക്കേഷൻ കാണാം. എന്നിട്ട് ഇങ്ങനെ നടക്കുക. എങ്ങോട്ട് നടക്കണം, എങ്ങനെ നടക്കണം എന്ന് വലിയ ഐഡിയ ഒന്നുമില്ല, നമുക്ക് നോക്കാം. അവിടെ കുറച്ച് തിരക്ക് കാണുന്നുണ്ട്. ഇവിടുന്ന് നോക്കിക്കഴിഞ്ഞാൽ കുറേ ബോട്ടൊക്കെ കാണാം കേട്ടോ. എല്ലാം മീൻ പിടിക്കാനൊക്കെ പോയിരിക്കും. ശരിക്കും ഇവിടെ ഒരു മിനി ഗോവ എന്ന് വെറുതെ പറയല്ല കേട്ടോ, വേറെ ഫീലാണ്. നമ്മൾ ഗോവ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ ഒരു സ്ട്രീറ്റിലുള്ള എല്ലാ ഒരു ഫീലും ഇവിടെ കിട്ടുന്നുണ്ട്. ഈ ഒരു വാക്ക്വേയിൽ തൊട്ടിപ്പുറത്തത് കടലാണ്, ഇത് ക്ലിഫ് വാക്ക്വേ ആണ്. അപ്പോൾ ഇവിടുത്തെ കുറേ ഷോപ്പിങ്ങിൻ്റെ സാധനങ്ങളൊക്കെ വാങ്ങാം. എത്രയാ പ്രൈസ് ഒക്കെ? 100 rupees പറയണേ. പിന്നെയും കുഴപ്പമില്ല, പക്ഷെ ബ്രേസ്ലെറ്റ്സ് ഷെൽസിന്റെ ഇതിനൊക്കെ 250 പറയണേ. നമ്മൾ ഗോവയിൽ നിന്ന് 30-50 rupees മേടിച്ചത്. അപ്പൊ മിനി ഗോവ എന്ന് പേരുള്ളൂ അല്ലേ? പ്രൈസ് ഗോവയത്തേക്കായി ഇവിടെ ഉണ്ട് കേട്ടോ. ട്രിപ്പിൾ ആണ്, 250 rupees. ഇവിടെ നല്ല അടിപൊളി ഫിഷ് ഒക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ. പറഞ്ഞു കഴിഞ്ഞാൽ അപ്പം സെറ്റാക്കി തരും. നല്ല ഭംഗിയുണ്ട് കേട്ടോ. ഞങ്ങള് അത്യാവശ്യം കുറെ ഇങ്ങോട്ട് വന്നു. എത്ര നടന്നു വെച്ച് കഴിഞ്ഞാൽ ഒരു ഓൾമോസ്റ്റ് 1 kilometer നടന്നു കാണും. തീർന്നില്ല, ഇനി അങ്ങനെ ഉണ്ട്. നല്ല ഭംഗിയുണ്ട് കാണാൻ. നമ്മളിപ്പോ ഓൾമോസ്റ്റ് ഒരു 1.5-2 kilometers നടന്നതാണ്. ഇത് തീരുന്നില്ല, ഇതൊരു 3 kilometers അങ്ങനെ പോവും, നടക്കാം. പിന്നെ നമ്മൾ താമസിച്ച റിസോർട്ടിന്റെ അവിടെ എത്തും. ഇത് ആക്ച്വലി അവിടുന്ന് ഇങ്ങോട്ട് 3 kilometer എന്ന് പറഞ്ഞായിരുന്നു. ഫിഷ് ഉണ്ടോ? പിന്നെ ക്രാബ്, ഇതൊക്കെ മറ്റേത് കിടക്കുന്നേ സ്ക്വിഡ്. നൈസ്, അടിപൊളി. ഈ ഫിഷ് നോക്ക്, എല്ലാത്തിനും നല്ല വിലയാട്ടോ. ഞങ്ങൾ ബഡ്ജറ്റ് ട്രിപ്പ് ആയതുകൊണ്ട് നമ്മൾ ഇങ്ങനത്തെ ഒന്നും നോ. അങ്ങനെ നമ്മൾ തിരിച്ചെത്തി. നമ്മളെ ചെക്കൻ്റെ പാവ ഒറ്റയ്ക്ക് നല്ല രസമല്ലേ? കീലമർത്തുവാണെങ്കിൽ ഇതൊരു ഫീലല്ലേ, പുലിയിക്കുന്ന പോലെ. അപ്പൊ എന്താണ് ഷുഗർ കട്ടാന്നൊക്കെ പറഞ്ഞിട്ട് ഐസ്ക്രീം കഴിച്ചു. പിന്നെ ഷോപ്പിംഗ് ഒന്നുമില്ല, അതുകൊണ്ട് ഞങ്ങൾ രണ്ടുപേരും 2 കോഫി കുടിച്ചുവിടോ. കോഫി പെട്ടെന്ന് കുടിക്കാൻ തോന്നി. ആ ശരിയാ, എന്തായാലും 100 ഒരു ക്യാപ്പച്ചീനോ ഒരു കഫേ ലാറ്റെ കുടിച്ചു. സംഭവം അടിപൊളിയായിരുന്നു. മൊത്തത്തിലൊന്ന് ഉഷാറായപ്പോ നല്ല ടയർഡ് ഉണ്ടായിരുന്നു, അതുകൊണ്ട് കുടിച്ചതല്ല. അപ്പൊ അതെ, ക്യാപ്പച്ചീനോ തന്നെ വേണമായിരുന്നു. വർക്കല വന്ന മിസ് ചെയ്യാൻ പാടാത്ത മെയിൻ സ്പോട്ടാണ് നോർത്ത് ക്ലിഫ്. സൂപ്പർ. നൈറ്റ് വരണം. ഇനി ഡേ എന്താന്നറിയില്ല, നാളെ നമുക്ക് നോക്കാം, പറ്റുവാണെങ്കിൽ വരാൻ നോക്കാം. എങ്ങനെയുണ്ട് മോർണിംഗത്തെ വൈബ് എന്ന് നോക്കാം. അത്യാവശ്യം നല്ല നടക്കാണ്ട്, പക്ഷെ നടക്കണതൊക്കെ സൂപ്പർ ആട്ടോ. കാരണം മൊത്തം അടിപൊളിയാ. ജോലി അടിച്ചു പോവാൻ സെറ്റാണ്. ഒരു ഇതില്ല, സ്റ്റേ എടുക്കണം. ഈവനിങ് ആണ് ആ ഒരു സൺസെറ്റും, പിന്നെ നൈറ്റ് വന്നിട്ട് ഇവിടെ എന്തായാലും വിസിറ്റ് ചെയ്യണം. ഇത് വിസിറ്റ് ചെയ്ത് കഴിഞ്ഞപ്പോ ഞങ്ങൾക്കൊക്കെ നോർത്ത് ക്ലിഫ് വിസിറ്റ് ചെയ്യണം. നമ്മളെടുത്ത മാന്ത്ര അമ്പലത്തിനടുത്ത് എടുക്കുന്നത് നല്ലത്. ഇവിടെ റേറ്റ് കൂടുതലായിരിക്കും. ഈ ക്ലിഫ് ഏരിയയില് നോർത്ത് ക്ലിഫിന്റെ ഏരിയയില് എടുക്കുകയാണെങ്കിൽ കുറച്ചുകൂടെ റേറ്റ് കൂടും. ഇപ്പൊ നമ്മളെടുത്തത് ഒരു 2 kilometers അപ്പുറത്താണ്, അതുകൊണ്ട് റേറ്റ് കുറവായിരിക്കും. കാമായിരിക്കും. പിന്നെ നമുക്ക് ബീച്ച് കിട്ടും, ക്രൗഡ് ഇല്ലാതെ നമുക്ക് സൺസെറ്റും സൺറൈസും ഒക്കെ നമ്മളും ക്രൗഡിൽ പെടുന്നതാ. പക്ഷെ സ്റ്റിൽ നമ്മൾ റിലാക്സ് ചെയ്യാൻ വരുന്ന സമയത്ത് ക്രൗഡ് ഇല്ലാതിരിക്കുമ്പോഴല്ലേ അടിപൊളി. എന്തുകൊണ്ടും അവിടെ ആ സ്ഥലത്ത് സ്റ്റേ എടുത്തത് അടിപൊളിയായി തോന്നി. പിന്നെ വർക്കല എക്സ്പെക്ട് ചെയ്തതല്ല, അതിനേക്കാൾ വേറെ ലെവലായി, ഭയങ്കര ഇഷ്ടമായി.
അൺഎക്സ്പെക്ടഡ്ലി ഭയങ്കര ഹാപ്പിനെസ് ഒക്കെ കിട്ടി. സർപ്രൈസ്. അപ്പൊ ഇനി അത്യാവശ്യം നല്ല ടയർഡ് ഉണ്ട്. ഇനി നേരെ റിസോർട്ടിൽ പോട്ടെ, എന്നിട്ട് നല്ലൊരു ഉറക്കം മോർണിംഗ് കാണാം. ഹേയ് ഗുഡ് മോർണിംഗ്. അപ്പോൾ രാവിലെ 6:30 ആയിട്ടുണ്ട്. ഞാൻ മെല്ലെ പുറത്തിറങ്ങിയതാ. അപ്പോൾ നമ്മളുടെ റിസോർട്ടിൽ നിന്നുള്ളൊരു വ്യൂ കാണിച്ചു തരട്ടെ. നോക്ക് എന്ത് ഭംഗി അറിയോ. എനിക്ക് ഫീൽ ആയത് എന്താ അറിയോ, നമ്മൾ ഊട്ടി കൊടൈക്കനാലൊക്കെ പോയപ്പോൾ അവിടെ മോർണിംഗ് നമുക്ക് കേൾക്കുന്നത് ആ ഒരു കിളികളുടെയൊക്കെ ശബ്ദമാണ്. ഇവിടെ നമുക്ക് കേൾക്കുന്നത് ഈ ഒരു തിരയുടെ സൗണ്ട് മാത്രം. വേറെ ട്രാഫിക്കിൻ്റെയോ വേറെ മറ്റൊരു ശബ്ദമില്ല. ഈ ഒരു കാം ആൻഡ് ക്വയറ്റ് മോർണിംഗ്. ദൂരെ ഫിഷിംഗ് ബോട്ട്സ് ഒക്കെ പോകുന്നുണ്ട്. ആ ഒരു ക്ലിഫിൻ്റെ അവിടേക്കൊക്കെ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്തോ ഒരു ഫോഗ് പോലെ മൂടി, അത് നല്ല ഭംഗിയുണ്ട് കാണാൻ. അവിടെയാണ് നമുക്ക് സൺറൈസ് വരുന്നത്. ആ ഒരു ഗോൾഡൻ ഫീൽ കണ്ടില്ലേ, ഒന്നും പറയല്ല കേട്ടോ. എനിക്ക് ഇവിടുത്തെ ഏറ്റവും ഇഷ്ടമായത് എന്താ അറിയോ, ഈ ഒരു വുഡൻ ഫീലാണ് കേട്ടോ. അതായത് നമ്മളുടെ ഫസ്റ്റ് ഫ്ലോർ വരുന്നത് കംപ്ലീറ്റ്ലി വുഡനാണ്. അത് ഈ വുഡനും ഈ ഒരു ഗ്ലാസും കൂടെ വരുന്ന സമയത്തേക്ക് ഭയങ്കര ഒരു എസ്തെറ്റിക് വ്യൂ വരുന്നുണ്ട്. പിന്നെ മാത്രമല്ല ഈവനിങ് ഒക്കെ ആകുമ്പോൾ നമുക്ക് ആ ഒരു സൺസെറ്റ് ടൈമിൽ പക്ക ഒരു ഗോൾഡൻ ലൈറ്റ് ഇങ്ങോട്ട് കംപ്ലീറ്റ് വരും. ശരിക്കും ആദ്യമായിട്ടാണ് ഞങ്ങളിങ്ങനെ ബീച്ച് സൈഡിലൊരു മോർണിംഗ് കേട്ടോ. അതും അടിപൊളി മോർണിംഗ്. ഇവിടുന്ന് നേരെ ഇങ്ങനെ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ആ ക്ലിഫിലോട്ട് എത്താം. അതാണ് പക്ക വർക്കല നോർത്ത് ക്ലിഫ്. നമ്മൾ ഇന്നലെ പോയില്ലേ ആ ഒരു സ്ഥലം. അപ്പോൾ ഇത് കൂടെ ഒരു 3 കിലോമീറ്റേഴ്സ് ഉണ്ട് അങ്ങോട്ട്. അടിപൊളിയായിരിക്കും ഈ സൈഡിലോട്ട് ഇങ്ങനെ നടക്കാൻ. ഇത് ഒരു ഫിഷിംഗ് ബോട്ട് പോകുന്നുണ്ടോ, നല്ല ഭംഗിയുണ്ട് കാണാൻ. ഇന്നലെ ഇവിടെ രാത്രി കണ്ടില്ലേ, കംപ്ലീറ്റ് ഫിഷിംഗ് ബോട്ട്സ് ആയിരുന്നു. കംപ്ലീറ്റ് എന്താ പറയുക, നമ്മൾ റോഡിൽ ട്രാഫിക് ഉണ്ടായിരുന്നില്ല, അതേപോലെ കംപ്ലീറ്റ് ലൈറ്റ് ആയിരുന്നു അവിടെ. അപ്പം ഞാൻ വിചാരിച്ചു കേട്ടോ, ഇത്രയും ഫിഷിംഗ് ബോട്ട്സ് ഒക്കെ ഇവിടെ ഉണ്ടാവുമെന്ന്. ഒരുപാടുണ്ടായിരുന്നു. അപ്പോൾ റൈറ്റ് സൈഡ് സൺ ഉദിച്ചു വരുന്നു. ഞങ്ങൾ ഇന്നലെ ആക്ച്വലി ഇവിടെ ഇരുന്നിട്ടാണോ സൺസെറ്റ് ഒക്കെ കണ്ട്. എനിക്ക് ഈ ഒരു പ്ലേസിൻ്റെ ഈ ഒരു സ്പോട്ടിൻ്റെ പ്രത്യേകത തോന്നിയത് ഇവിടെ അങ്ങനെ ക്രൗഡേ ഇല്ല. അപ്പോൾ ഞങ്ങൾ ഇന്നലെ ചോദിച്ചപ്പോഴും പറഞ്ഞത് ഇവിടെ അങ്ങനെ ക്രൗഡ് വരാറില്ല എന്നാ. കൂടുതലും ക്രൗഡ് വരുന്നത് ആ കാണുന്ന നോർത്ത് ക്ലിഫിലാണ്. അവിടെയാണ് ഇന്നലെ നമ്മൾ ആ പാർട്ടിയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നത്. ഞങ്ങൾ ഇന്നലെ വരുമ്പോഴും 2-3 ആൾക്കാർ ഇങ്ങനെ അവിടെയും വേണ്ടി ഇരിക്കുക എന്നല്ലാതെ വേറെ നമുക്കൊരു ക്രൗഡായിട്ട് തോന്നില്ല. അതുകൊണ്ട് തന്നെ ആ ഒരു സൺസെറ്റ് ആണെങ്കിലും ഈ ഒരു സ്പോട്ട് ഭയങ്കരമായിട്ട് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റും. അപ്പോൾ നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് റെഡി ആയിട്ടുണ്ട്. എന്തൊക്കെയാണ് ഷാരു പറയാം? ദോശ, സാമ്പാർ, പൂരി, ചപ്പാത്തി, മസാല, വെജ് കുർമ, മറ്റേ കറി, കട്ടഡ് ഫ്രൂട്ട്സ്, ടോസ്റ്റഡ് ബ്രെഡ്. സെറ്റല്ലേ? കഴിക്കാം. അപ്പോൾ നമ്മൾ ഫുഡൊക്കെ കഴിച്ച് ഒന്ന് ഫ്രഷപ്പായി ഇറങ്ങാൻ നിൽക്കുകയാണ്, ചെക്കൗട്ട് ചെയ്യാൻ നിൽക്കുകയാണ്. അപ്പോൾ എങ്ങനെ ഉണ്ടായിരുന്നു സ്റ്റേ? അടിപൊളി, വർത്താണ് പറയാം. കാരണം ഈ ഒരു ബീച്ച് സൈഡ് കിട്ടിയിട്ടാണ് ഏറ്റവും അടിപൊളിയായി. കാരണം സൺസെറ്റ് ഇന്നലെ പറഞ്ഞില്ല, ഒരു രക്ഷ ഉണ്ടായില്ല. നൈറ്റ് ഒരു 1:30 വരെയൊക്കെ നൈറ്റ് അവിടെ ബീച്ച് സൈഡ് പോയിരുന്നു ആ ക്ലിഫിൽ. നമ്മുടെ ഫ്രണ്ടേജ് തന്നെയാണത്. അപ്പോൾ അത് അടിപൊളിയായി. അപ്പോൾ ഇനി എന്താ പ്ലാൻ? ഇനി ക്ലിഫിൽ പറ്റിയൊന്ന് പോകണമെന്നുണ്ട്. ഡേ ടൈമിലൊന്ന് കാണണം. ഇന്നലെ നമ്മൾ നൈറ്റല്ലേ പോയത്, അപ്പോൾ ഡേ ടൈമിലൊന്ന് കാണണമെന്നുണ്ട്. അപ്പം എന്നാ ഇനി എന്താ അരുൺ ബ്രോനെ കാത്തു നിൽക്കുക. അപ്പോൾ പുള്ളി വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കൊന്ന്, ഭയങ്കര വെയിലുണ്ട് കേട്ടോ, എന്നാലും ഒന്ന് ക്ലിഫ് ഒന്ന് കാണണമെന്നുണ്ട് അല്ലേ? അപ്പോൾ അത് കണ്ടിട്ട് പിന്നെ നമ്മൾ നേരെ കൊച്ചിക്ക് പോകും. അപ്പോൾ എന്തായാലും അതൊന്ന് പോയി കാണാം. പോവാം. അപ്പോൾ ഈ ക്ലിഫിലോട്ട് ഈ ഒരു ജംഗ്ഷന് റൈറ്റിലോട്ടാണ് കേട്ടോ. ഇവിടെ ഇങ്ങനെ ബോർഡ് വെച്ചിട്ടുണ്ട്, പക്ഷെ നമുക്ക് അങ്ങോട്ട് പോവാം. യെസ്, അവരങ്ങനെ പറഞ്ഞത്. ഇന്നലെ അങ്ങനെ പോയത് നമ്മള്. ഇവിടെ ഇത്രയും വലിയൊരു പാർക്കിംഗ് സ്പേസ് ഉണ്ട്. ആക്ച്വലി ഇത് മറ്റേ ഹെലിപാഡിന്റെ ആണ്. എല്ലാരും ഇവിടെയാണ് വർക്കല നോർത്ത് ക്ലിഫിന്റെ അവിടെ എത്തി. ഈ സമയത്ത് അന്യായ വെയിലാണ്, നല്ല വെയിലുണ്ട്. ഇത് സ്പെക്സ് ഇട്ടോണ്ട് ഒരു സുഖമുണ്ട്. നോക്കാൻ പറ്റില്ലേ, അല്ലെങ്കിൽ ഇങ്ങനെ നോക്കേണ്ടി വരും. ഞങ്ങള് ഉദ്ദേശം എന്ന് പറയുന്നത് ഡേ ടൈമിൽ ഒന്ന് കാണണം. നമ്മൾ ഇന്നലെ നൈറ്റ് ഒന്ന് സെറ്റ് ആയില്ലേ, ഇത് എവിടെ ഒരുത്തൻ ഗ്ലാസ് ഇല്ലാണ്ട് കിടന്ന് മെഴുകുന്നുണ്ട്. സ്റ്റെപ്പ് ഇറങ്ങി പോകുന്ന സ്ഥലം വല്ലതുണ്ടെങ്കിൽ ഇവിടെ ഒരു സ്റ്റെപ്പ് ഇറങ്ങി പോകുന്ന പ്ലേസ് എവിടെയോ ഉണ്ട്. എവിടെയൊന്നും അറിയില്ല, വീഡിയോയിൽ കണ്ടിട്ടേ ഉള്ളൂ. അപ്പൊ അതൊന്ന് കാണണമെന്നുണ്ട്. ഈ ഒരു ടൈമില് ഞങ്ങൾ പ്രിഫർ ചെയ്യില്ല കേട്ടോ. വരുവാണെങ്കിൽ ഈവനിങ് ഒരു 3 o'clock അങ്ങോട്ട് മിനിമം 3 അങ്ങോട്ട് പിടിച്ചു. ആ ഇപ്പൊ സമയം എത്രയാ? ഒരു 11:30 ആ ഒരു ടൈം ആയിരിക്കും. 12 മണി. 12 മണി ആ സമയത്തൊന്നും വരരുത്.
അല്ലെങ്കിലും ബീച്ച് സൈഡ് ആരെങ്കിലും അങ്ങനെ വരും. നട്ടു ദേ ഇവിടെ ആരുമില്ല. ദേ ഇന്നലെ കണ്ട പാർക്കിംഗ് നോക്ക്. നമ്മളെപ്പോലെ ഒന്ന് കുറച്ച് ആൾക്കാർ അത്രേ ഉള്ളൂ. ഇതേ നോക്കിയേ, 2 കളർ ഉണ്ടോ? ഇവിടെ ഒരു കളറ് ലൈറ്റ് കളറ്, അവിടെ കുറച്ചും കൂടെ ഡാർക്ക്. നല്ല ഭംഗിയുണ്ട് അത് നേരിട്ട് കാണുമ്പോൾ. ഓ എന്ത് ഫീലാ. കാണുന്നുണ്ടോ? അടിപൊളി. അപ്പം ഇനി നമുക്ക് ഇവിടെ ഒരു സ്റ്റെപ്സ് ഉണ്ട്. അപ്പോൾ അത് കാണുന്നില്ല എവിടെയാണ്. അങ്ങോട്ടൊന്ന് പോയാൽ കൊള്ളാമെന്നുണ്ട്. പിന്നെ ഉണ്ടല്ലോ ദേ അവിടെ നമ്മളുടെ ആ വാട്ടർ സ്കൂട്ടറൊക്കെ ഇല്ലേ, അതാ തോന്നുന്നുണ്ട്. അയ്യോ ഞാൻ ഒന്ന് പോകുന്നുണ്ടല്ലോ. ദേ ഞാൻ സൂം ചെയ്ത് കാണിക്കാം. ദേ കണ്ടോ, അവിടെ എവിടെ ഒരു വാട്ടർ സ്കൂട്ടർ ഉണ്ടായിരുന്നു. അതോ ഇവിടുന്നാണോ ഇങ്ങോട്ട് പോകുന്നത് കണ്ടു. അതാ തോന്നുന്നു. എനിക്ക് തോന്നുന്നു ഞാൻ നേരത്തെ പറഞ്ഞ പാരച്യൂട്ടും കാര്യങ്ങളൊക്കെ അവിടുന്ന് തോന്നുന്നു സ്റ്റാർട്ട് ചെയ്യുന്നത് കേട്ടോ. ഈ ഒരു ആ ഒരു സൈഡിൽ നിന്ന് തോന്നുന്നു സ്റ്റാർട്ട് ചെയ്യുന്നത്. അവിടെ വേറൊരു കളർ, അതെന്താന്നാവോ, എന്തൊക്കെയോ കളർ കാണുന്നുണ്ട്. ഊഫ്, ഇത് ഇവിടെ ലൈറ്റ് അവിടെ ഡാർക്ക്, അങ്ങേയറ്റം പിന്നെയും വേറൊരു കളറിലോട്ട് അങ്ങ് ബ്ലെൻഡ് ആയി പോയിട്ടുണ്ട്. ഒരു രക്ഷയില്ല. ദേ പോണ്. ഞാൻ പറഞ്ഞ വാട്ടർ സ്കൂട്ട് പോണുണ്ടാ? പോണുണ്ടാ? ഓ അടിപൊളിയായിട്ട്. അപ്പം അതേ നമുക്ക് ഇത് കൂടെയാണ് കേട്ടോ അങ്ങോട്ട് പോകാൻ തോന്നുന്നു. നമുക്ക് എന്തായാലും പോയേക്കാം. അതെ ഇവിടെ ഡേഞ്ചർ സോൺ കണ്ടോ, വർക്കല പോലീസ്. ഇതൊന്നും ഇവിടെ നിന്ന് അങ്ങനെ നിൽക്കരുതെന്നായിരിക്കും. അപ്പോൾ ദേ അവിടുന്ന് കുറേ പേര് വരുന്നുണ്ട്. അപ്പം നമ്മൾ ഉദ്ദേശിച്ച സ്റ്റെപ്സ് ഇന്നലെ പോയില്ലേ, അവിടെയാണ്. ഇവിടെ വീഴട്ടോ. ഇവിടെ നേരെ ബീച്ചിലോട്ടാണ്. അത് താഴെ ഇറങ്ങിപ്പോവാ. ഇവിടെയൊക്കെ നിറയെ ഷോപ്സ് ഉണ്ട് കേട്ടോ. നല്ല ഭംഗിയുണ്ട് എല്ലാം കൂടെ കാണാൻ. അപ്പം അങ്ങനെ നമ്മൾ ബീച്ചിലോട്ട് എത്തിയിരിക്കുകയാണ്. ഇവിടെയാണ് തോന്നുന്നു ആ വാട്ടർ ആക്ടിവിറ്റീസൊക്കെ. ഇവിടെ എന്തൊക്കെയോ ബോട്ട് ഉണ്ട് കണ്ടോ. ബോട്ടിൻ്റെ രീതികളുണ്ട്. കൊള്ളാം. പക്ഷെ നല്ല വെയിലാണ്. നമുക്ക് ചുമ്മാ ഒന്ന് ഇറങ്ങി നോക്കാം. നമ്മളിതുവരെ ബീച്ചിലോട്ട് ഇറങ്ങിയിട്ടില്ല, മണൽ തൊട്ടിട്ടില്ല. സംഭവം ബീച്ചിന്റെ സൈഡായിരുന്നു. അയ്യോ ചാടും അല്ലേ. ഓ കാലുടുക്കും. പാരാഗ്ലൈഡിങ് ഉണ്ടോ? പാരാഗ്ലൈഡിങ് അല്ല, ആ മോട്ടർ വെച്ചിട്ടുള്ള ഒരു സാധനം. അതിനെന്താ പറയാ? പാരാമോട്ടറിങ് ആണത്രേ എന്ന് ഷാരു പറയുന്നു. പാരാഗ്ലൈഡിങ് ബോട്ടില് പാരച്യൂട്ട് കണക്ട് ചെയ്തിട്ട് പോകണം കേട്ടോ അത്. അപ്പോൾ നമ്മളെ തിരിച്ചു പോവാണ്. ഒരു രക്ഷയില്ലാത്ത വെയിലാട്ടോ. നമ്മളിങ്ങനെ അവിടെ ഇരുന്ന് ഇങ്ങനെ കറങ്ങി വന്ന് ഷാരുവിന് അവിടുന്ന് ചാടാൻ വയ്യ. അപ്പോൾ പിന്നെ വെറുതെ റിസ്ക് എടുക്കണല്ലോ, എങ്ങാനും വീണാൽ ചളിവെള്ളത്തിലാണ്. ഇത് കൂടെ കയറിപ്പോവും. അപ്പോൾ അതേ ബീച്ച് സൈഡ്സിൽ ഇങ്ങനെ കുറേ കഫേസ് ഒക്കെ ഉണ്ട് കേട്ടോ. ഇതിൽ കുറേയൊക്കെ ഇത് ഓപ്പണാണ്. മേ ബി ഒന്നും കൂടെ ആക്റ്റീവ് ആവുക ഈവനിങ് ആയിരിക്കും. ഇപ്പോൾ ഭയങ്കര വെയിലല്ലേ. പിന്നെ ഇത് പബ്ലിക് ടോയ്ലറ്റ് ഉണ്ട്. കൊള്ളാം, ഒന്ന് നൈസാ. അപ്പോൾ അതേ ഞങ്ങൾ അങ്ങോട്ട് പോയി തിരിച്ചെത്തിട്ടോ. നന്നായിട്ട് ക്ഷീണിച്ചു, 2 പേരും 3 പേരും ക്ഷീണിച്ചു. നന്നായിട്ട് ക്ഷീണിച്ചു. ഒന്നാമത് നല്ല വെയിലുണ്ട്, നല്ല ഡീഹൈഡ്രേറ്റ് ആവുന്നുണ്ട് ബോഡി. പിന്നെ പറഞ്ഞ അങ്ങോട്ട് പോണ്ടല്ലോ. നൈറ്റ് ആണ് അവിടെ വൈബ്. പിന്നെ ഫുഡൊക്കെ കഴിക്കണമെങ്കിൽ അങ്ങോട്ട് പോവാം. പക്ഷെ നമ്മൾ പുറത്തുനിന്ന് കഴിക്കാച്ചിട്ടാ. പിന്നെ അതേപോലെ റിസോർട്ടൊക്കെ അവിടെ ഉണ്ട്. അങ്ങനെയുള്ളവർക്ക് അവിടെ സെറ്റ് ആണ്. പിന്നെ ആ ഒരു സ്റ്റെപ്സ് നമ്മൾ കണ്ടില്ല കേട്ടോ. അത് അവിടെയാണോ ചോദിച്ചോ, ഓരോ റിസോർട്ടിന്റെ സ്റ്റെപ്പ് അവർക്ക് അങ്ങോട്ടുള്ളതാ. അങ്ങനെയാണ് കാണാനില്ല. അപ്പോ എന്തായാലും വർക്കല എക്സ്പെക്ട് ചെയ്തതിനേക്കാൾ ഡബിൾ ലെവലായി. ഫുൾ ഓഫ് ഹാപ്പിനെസ്. നന്നായിട്ട് എൻജോയ് ചെയ്തു. ഇനിയിപ്പോ പോണ വഴിക്ക് ഫുഡ് കഴിക്കണം. നല്ല വിശപ്പുണ്ട്. നന്നായിട്ട് അടിപൊളിയായിട്ട് എൻജോയ് ചെയ്യണമെങ്കിൽ ലേറ്റ് നൂണും ഏർലി മോർണിംഗും വരിക. ഇത് ബെസ്റ്റ് എന്ന് വേണമെങ്കിൽ പറയാം. ഇങ്ങനെ ഉച്ചയ്ക്ക് റിസോർട്ടിൽ റെസ്റ്റ് ചെയ്യായിരിക്കും. നമുക്ക് ഇന്നലെ പോകേണ്ടതുണ്ട്. നമ്മളിപ്പോ കറങ്ങിറങ്ങി മാത്രം. അപ്പൊ എന്താ എല്ലാരും ഇറങ്ങുക, ട്രാവൽ ചെയ്യാ, അടിച്ച് പൊളിക്ക്. വേറൊരു മൂഡ് ഹാപ്പിനെസ് ആണിത്. നമ്മുടെ ചെക്കൻ്റെ സർവീസ് ആയിട്ടുണ്ട്. ഇപ്പോ ഒരു 300 കിലോമീറ്ററും കൂടെ ആയ 20K ആയി. അപ്പൊ നേരെ ചെന്ന് സർവീസിന് കയറ്റം. നമ്മുടെ ചെക്കൻ ചില്ലാണ്. അപ്പൊ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ബൈ.